ക്ലിക്ക് അത്രയാണ് ചെയ്യാൻ മതി. ഇതുപോലെ നമ്മുടെ റൂം ഇങ്ങനെ ആക്കാൻ പോവാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പൊ നമ്മുടെ റൂം ഇതുപോലെ ആക്കിയിട്ട് പഞ്ഞൊക്കെ ഒട്ടിച്ച് സ്കൈ പോലെ ആക്കാൻ പോവാണ്. കുറെ ലൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ നല്ല ഭംഗിയാക്കുമ്പോ എന്ത് രസമുണ്ടാവും നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പഴയ റൂം. ഈ റൂമാണ് നമ്മൾ ഇന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പോണത്. നമുക്ക് ആദ്യം പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ആയിട്ടുള്ള തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിന് കണക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് ബോക്സോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിന് പുറത്തേക്ക് കൂടെ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് മൊത്തത്തിൽ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചെടുക്കാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വേണ്ട കളറൊന്നും കിട്ടിയില്ല. നമുക്ക് ആകെ കിട്ടിയത് ഒരു വൈറ്റ് കളർ പെയിൻ്റാണ്. അപ്പോൾ നമ്മളതിനകത്ത് നമ്മൾ ബോട്ടിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അക്രലിക് പെയിൻ്റൊക്കെ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു വയലറ്റ് പോലത്തെ രൂപം കിട്ടി. നമ്മൾ ബ്ലാക്ക്, റെഡ്, ബ്ലൂ എല്ലാ കളറും കൂടി കൂട്ടി ഒഴിച്ചിട്ടാണ് നമുക്ക് ആ ഒരു കളർ കിട്ടിയത്. നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. Through the highways till my shadow turns to sun rays, and on we'll go. Through the wastelands, through the highways, and on we'll go. നമ്മുടെ ഒരു വാളിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വാളിലാണ്. അപ്പോൾ നമ്മൾ ഈ വാളിൽ പഴയൊരു വുഡിൻ്റെ പീസ് കൊണ്ട് കുറേ ഷോക്കേസ് പോലെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അവിടെയൊക്കെ LED സ്ട്രിപ്പിലായിട്ടും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. LED ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതെല്ലാം നമ്മൾ എടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇനി ഇവിടെ ഒരു ഇൻഡിഗോയുടെ ബ്ലാക്ക് കളർ പെയിൻ്റാണ് യൂസ് ചെയ്യണത്. ബ്ലാക്ക് അടിച്ചിട്ട് നമ്മൾ ഈ വാൾ ഫുൾ അതിനകത്ത് ബ്ലാക്ക് അടിച്ചിട്ട് അതിന് പുറത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നു. പക്ഷേ 2-3 കോട്ട് അടിക്കേണ്ടി വന്നു. ബാക്കിലത്തെ ഇമേജൊക്കെ ഷാഡോ പോലെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 കോട്ട് നമുക്ക് അടിക്കേണ്ടി വന്നു. നമ്മൾ ആദ്യം ബ്ലാക്ക് മൊത്തം അടിച്ചെടുത്തു. ബ്ലാക്ക് അടിച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു മന്ദാരത്തിൻ്റെ ലീഫാണ് എടുത്തത്. അതിനകത്ത് നമ്മൾ ബ്ലാക്കിൽ വൈറ്റ് മിക്സ് ചെയ്തൊരു ഗ്രേ കളർ പോലെ കിട്ടിയ പെയിൻറ്റ് ആ ലീഫിനകത്ത് അടിച്ചിട്ട് നമ്മളിത് ഇതിനകത്ത് പ്രസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒരുപാട് ലീഫ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേങ്കിൽ ബാക്കിയുള്ള ലീഫിലൊന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല വൃത്തിയിലൊക്കെ ഇട്ടത് ഈ മന്ദാരത്തിൻ്റെ ലീഫിലായിരുന്നു. ഒട്ടിച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ റിസൾട്ട് കുഴപ്പമില്ല, ഭയങ്കര സാറ്റിസ്ഫൈങ് റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ലീഫ് വേണമെങ്കിലും, പല ഡിസൈനുകളിൽ എന്ത് ലീഫ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഇനി വാൾ ഫുള്ള് നമ്മൾ ഇതേപോലെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മുടെ വാളിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി അവിടെ ചെറിയൊരു സ്ലാബ് പോലെ ഉണ്ടായിരുന്നു. ആ സ്ലാബിനകത്ത് നമ്മൾ മിനിയേച്ചർ ഡെക്കറേഷൻ ബൾബ് ആദ്യമേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് പുറത്ത് നമ്മൾ കോട്ടൺ ഒട്ടിച്ചിട്ട് ഒരു ക്ലൗഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി, ഒരു ക്ലൗഡ് വാൾ പോലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടിയില്ല. നമ്മളതുകൊണ്ട് ഒരു പഴയ പില്ലോ യൂസ് ചെയ്ത് പില്ലോനകത്തുനിന്ന് കിട്ടിയ കോട്ടണാണ് നമ്മൾ ക്ലൗഡ്സിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മൾ അത് മൊത്തം അങ്ങ് ഒട്ടിച്ചെടുക്കും. അങ്ങനെ നമ്മളിനി അടുത്ത വാളിലോട്ടേക്ക് കയറി. ഈ വാളിൽ നമ്മൾ ഫുള്ള് മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഒരു ജിയോമെട്രിക് ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് തോന്നുന്ന പോലെയൊക്കെ ഒട്ടിച്ച് ഓരോ ജിയോമെട്രിക് ഷേപ്പ് ആക്കിയെടുത്തു. നമ്മൾ ഈ വാൾ ഫുള്ള് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വാളിൽ ഫുള്ള് നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലാക്ക് കളറും ബാക്കി ഉണ്ടായിരുന്ന വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തപ്പോൾ നമുക്കൊരു ഗ്രേ കളർ, ഒരു ഡാർക്ക് ഗ്രേ കളറാണ് കിട്ടിയത്. ആ പെയിൻറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. നമ്മൾ പല കളറാണ് ഉദ്ദേശിച്ചത്, ഓരോ വാളിൽ ഓരോ കളർ വീതമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് നമുക്കൊരു വൈറ്റ് പെയിൻറ്റ് കിട്ടി. ബാക്കിയൊക്കെ നമ്മൾ മിക്സ് ചെയ്താക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. നമ്മുടെ പെയിൻറ്റ് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാസ്കിംഗ് ടേപ്പ് ശ്രദ്ധിച്ചിട്ട് പറിച്ചെടുക്കാം. മൊത്തം ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാസ്കിംഗ് ടാപ്പൊക്കെ പറിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വർക്ക് ടേബിൾ, പിന്നെ അതേപോലെ ലാപ്ടോപ്പ്, നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു പഴയ മരത്തിൻ്റെ ഒരു വേരും ഒരു ടയറും ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ബാക്കി വന്ന് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെഡ് നിലത്താണ് ഇട്ടത്. പിന്നെ നമ്മുടെ ഷോക്കേസ്, അതിനകത്ത് കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഷോക്കേസിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ കാണുന്നതൊക്കെ നമ്മൾ മുന്നേ ചെയ്ത ക്രാഫ്റ്റുകളാണ്, മുന്നേ വീഡിയോയിൽ ചെയ്ത ക്രാഫ്റ്റുകളാണ്. അതൊക്കെ നമ്മളിവിടെ വാളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഈ ലൈറ്റ്സൊക്കെ നമ്മൾ മ്യൂസിക് റിയാക്റ്റീവാണ് കൊടുത്ത്, മ്യൂസിക്കിനനുസരിച്ചിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മ്യൂസിക് റിയാക്റ്റീവ് ലൈറ്റ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്തതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കൂടി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.